എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇത്രയേ ഉള്ളൂ. ഒരു 3-4 കളർ എടുക്കുക, അത് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചെറിയൊരു ബോട്ടിൽ, പിന്നെ ഒരു ബ്രഷ്, പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ബഡ്സാണ്. ബഡ്സ് 1-2 ബഡ്സും കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി തീർന്നു കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്, വളരെ ആർക്ക് പോലും, അതായത് എത്ര അറിയില്ലാത്തവർക്ക് പോലും ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് ഈ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്. ആ ബെല്ലൈക്കണിൽ പ്രസ് ചെയ്യുമ്പം ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വിട്ടാൽ എല്ലാ വീഡിയോസിലും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വേഗം തന്നെ നോക്കാം. അപ്പോൾ ഇത് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഒരു കോട്ട് അടിക്കുക, 2 കോട്ട് അടിക്കാം. ബ്ലാക്ക് ആകുമ്പോൾ ഞാൻ ഒരു കോട്ട ഇവിടെ ഞാൻ അടിക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചിട്ടൊന്ന് ഉണങ്ങി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി കിട്ടും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ബഡ്സാണ്. ബഡ്സ് പിന്നെ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാൻ ഞാനിവിടെ ഒരു യെല്ലോ കളറാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കുപ്പി ഫുള്ളായിട്ട് ഏകദേശം ഒരു 1 ഇഞ്ച് അകലം കണ്ട് ഡോട്ടിട്ട് കൊടുക്കുകയാണ് യെല്ലോ കളർ വെച്ച്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഡോട്ടിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കളറാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് റെഡ് കളർ ഉപയോഗിച്ച് നമുക്കത് ഇതുപോലൊരു ഫ്ലവർ പോലെ റൗണ്ടായിട്ടങ്ങ് കൊടുക്കാം. അപ്പോൾ അത് പല കളർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഒരു 3-4 എണ്ണമൊക്കെ വിട്ടിട്ട് റെഡ് കളർ വെച്ചിട്ട് ആദ്യമേ അങ്ങ് നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത കളർ ഉപയോഗിച്ച് ചെയ്യാം. ഇനി ഞാനിവിടെ വൈറ്റ് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ വൈറ്റ് കളറും ഇതുപോലെ തന്നെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്തു പോയാൽ മതി. പിന്നെ നമ്മൾ പല കളർ, അതുപോലെ തന്നെ പിന്നെ ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ ഓറഞ്ചും വയലറ്റും ആണ്. അപ്പോൾ അങ്ങനെ എല്ലാ കളറും മിക്സായിട്ട് വരാൻ പാകത്തിന് നമുക്കിതുപോലെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡോട്ട് ഞാൻ വിട്ടിട്ടുണ്ട്, ഫുൾ ഡോട്ട് ഉപയോഗിച്ചിട്ടില്ല. ഫുള്ളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ചുകൂടി ഭംഗി ഇതാണെന്ന് തോന്നിയായിരുന്നു ഇങ്ങനെയാണ് ഞാൻ ചെയ്ത് നിർത്തിയത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ ആർട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്